കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ന്യൂസ് 8നോട്. കേന്ദ്ര നടപടി ഓരോ കേരളീയനെയും ബാധിക്കും. കേന്ദ്രം തുടർച്ചയായി ഇത്തരം നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ചെലവുകളുള്ള മാസങ്ങളാണ് മുന്നിലുള്ളതെന്നും നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വല്ലാത്ത ഒരു അശനിപാതം പോലെയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിരന്തരമായി ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇതറിയാം, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തികമായ പ്ലാനിങ്ങിനെയും ബാധിക്കും. ഇപ്പൊ തന്നെ വലിയ ബുദ്ധിമുട്ടി കൂടിയാണ് പോകുന്നത്. എന്നാലും ഇത് കിട്ടും എന്നുള്ളത് കരുതിയാണ് ഇരിക്കുന്നത്. ബാക്കി കുറെ കാര്യങ്ങൾ മനയേണ്ടതുണ്ട്. ഒരു സംസ്ഥാനത്തിനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് സംസ്ഥാനത്തെ എല്ലാവരോടും കാണിക്കുന്ന ഒരു പൊതുവായ വൈദ്യ നിര്യാതന ബുദ്ധി പോലെ തന്നെ ഇത് പ്രവർത്തനത്തിൽ വരും. അർഹമായത് കിട്ടുന്നില്ല. നമ്മളിവിടുന്ന് പിരിക്കുന്ന ടാക്സിന്റെ അംശം കേരളത്തിന് വലിയ തോതിലാണ് കുറവ് കിട്ടുന്നത്. അവർ തരേണ്ടത് മറ്റു സംസ്ഥാനങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് കൊടുക്കുന്നത്. കണക്കുകളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. നവകേരള സദസ്സ് സംബന്ധിച്ച് വന്ന പരാതികൾ 2-3 തരം പരാതികളുണ്ട്. ക്വിക്കായിട്ട് എടുക്കേണ്ടതുണ്ട്. ചിലത് കുറച്ച് സമയമെടുക്കും. ചില പരാതികൾ നോക്കിയിട്ട് വളരെ ലോങ് പെൻഡിംഗ് ആയി കിടക്കുന്ന കാര്യങ്ങളാണ്. അതനുസരിച്ച് നോക്കിയാലേ പറ്റൂ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ഓരോന്നിനും വ്യത്യസ്തമായ സമയമെടുത്തിട്ടാണ് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും പരമാവധി കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അതിന് യാതൊരു തർക്കമില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. കടമെടുപ്പ് പരിധി കുറച്ചത് ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്നതാണ് ധനമന്ത്രി പറയുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്? അതുതന്നെയാണ്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി നേരത്തെ തന്നെ വളരെ ദുർബലമാണ്. നിത്യ ചെലവുകൾക്ക് പോലും വഴിയില്ലാതെ മാസങ്ങളോളം സർക്കാർ ബുദ്ധിമുട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ സാമ്പത്തിക നില ഒന്ന് മെച്ചപ്പെട്ടു വരുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായത്. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന വിമർശനമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. 5600 കോടി രൂപയാണ് അവസാന പാദത്തിലെ കടമെടുപ്പിൽ മാത്രം കേന്ദ്രം കുറവ് വരുത്തിയത്. കേരളം 7437.61 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. അത് കേന്ദ്രം അനുവദിച്ചത് 1838 കോടി മാത്രമാണ്. ഈ വർഷം ആകെ കടമെടുപ്പ് അനുവാദം 45,689 കോടിയായിരുന്നു. ഇതിൽ 32,442 കോടിയും പൊതുവിപണിയിൽ കടമെടുക്കാൻ സാമ്പത്തിക വർഷം ആദ്യം കേന്ദ്രം അനുവദിച്ചിരുന്നു. പിന്നീട് പലതവണയായി ഇതിൽ വെട്ടിച്ചുരുക്കലുണ്ടായി. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന് പറയാൻ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് മുന്നണികൾ കടന്നു കഴിഞ്ഞു. അടുത്ത മാസം ആദ്യം സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ്. ഫെബ്രുവരി 2 ബജറ്റ് അവതരിപ്പിക്കാൻ ഇപ്പോൾ സർക്കാരിൻ്റെ ശ്രമം. അങ്ങനെ ബജറ്റ് അവതരിപ്പിക്കുന്ന സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൻ്റെ ബജറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിരവധി ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ സർക്കാർ ആലോചിക്കുന്നു. പക്ഷേ സാമ്പത്തിക സ്ഥിതി അതിന് തടസ്സമാണ്. എങ്കിലും പരമാവധി അത്തരമൊരു ജനകീയ ബജറ്റ് അവതരിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ, ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ കേന്ദ്രം ഈ രീതിയിൽ നടപടിയെടുക്കുന്നത് അത്തരം ബജറ്റ് ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ്. അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക ദുരിതത്തിലാവുകയും അതുവഴി സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം നിലച്ചുപോവുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ടുകൂടിയുള്ള ഒരു നീക്കമായാണ് സംസ്ഥാനം ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ ലക്ഷ്യമെന്ന ആരോപണം ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമായി മാറ്റാൻ ഇതിനകം സർക്കാർ ഇടതുമുന്നണി കേന്ദ്രങ്ങൾ ആലോചിക്കുന്നുണ്ട്. കേന്ദ്രം മനഃപൂർവ്വം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു. മന്ത്രി പറഞ്ഞ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചതാണ്, രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന വിമർശനമാണ് ഇടതു കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. അരുൺ, ഇക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ 4 മാസത്തോളം മുടക്കമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ചിലവുള്ള മാസങ്ങളാണ് വരാനിരിക്കുന്നത്. എന്താണ് ധനമന്ത്രി പറഞ്ഞതിന്റെ ഒരു ചുരുക്കം? ഒരു ഭയപ്പാടിന്റെ ഒരു അന്തരീക്ഷം വേണമോ? കാരണം ഒരു ട്രഷറി നിയന്ത്രണമോ ഓവർ ഡ്രാഫ്റ്റോ ഒക്കെ ഉണ്ടാകുമോ? ട്രഷറി നിയന്ത്രണത്തിലേക്കൊക്കെ പോയാൽ ഇനിയും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അതിന്റെയൊക്കെ ഒരു സാഹചര്യം അതിനെ ധനമന്ത്രി എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അത്തരം പല നിയന്ത്രണങ്ങളും വേണ്ടിവരും. പക്ഷേ അങ്ങനെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. അതിന് ഞാൻ പ്രധാന കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി. ഏതാനും ആഴ്ചകൾക്കകം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും. അതിനു മുമ്പ് ഒരു ജനകീയ ബജറ്റ് അവതരിപ്പിച്ച് സർക്കാരിനെതിരെയുള്ള വികാരം മറികടന്ന് ജനക്ഷേമ ബജറ്റ് അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് കൂടുതൽ എത്താമെന്നൊരു പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിൻ്റെത്. പക്ഷേ ഇപ്പോൾ കേന്ദ്രം ഈ രീതിയിൽ കടമെടുപ്പ് പരിധി കൂടി വെട്ടിക്കുറച്ചോടുകൂടി അതിനും കഴിയാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനം മാറുകയാണ്. അതാണ് മന്ത്രിയുടെ ഒരു ആശങ്ക. കൂടുതൽ സ്വാഭാവികമായും വരുമാന വഴികൾ അടയുമ്പോൾ കൂടുതൽ
നിയന്ത്രണങ്ങൾ വേണ്ടിവരും. കൂടുതൽ മുണ്ടുപുറുക്കി ഉടുത്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ടാകും. പക്ഷേ അതിന് അനുവദിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ ആകില്ല ഈ മാസങ്ങളിൽ സർക്കാർ കടന്നുപോവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവകേരള സദസ്സിന് തുടക്കം മുതൽ സർക്കാർ ഏറ്റവും അധികം മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഏറ്റവും വിമർശനം ഉന്നയിച്ചത് സംസ്ഥാനത്തെ സാമ്പത്തികമായി കേന്ദ്രം ദുർബലപ്പെടുത്തുന്നു, അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിമർശനമാണ്. അതിനുശേഷം കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് സഹായങ്ങൾ സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. അതിനിടയിലാണ് അവസാന ഭാഗത്തിൽ 5600 കോടി രൂപ കൂടി വെട്ടി കേന്ദ്രം മാറ്റുന്നത്. അത് വലിയ സാമ്പത്തിക ശരി, അരുണിലേക്ക് ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ തോമസ് ഐസക്, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി കേരളത്തെ ശ്വാസം മുട്ടിക്കുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. നമുക്കറിയാം വരാനിരിക്കുന്ന മാസങ്ങൾ ചെലവേറെയുള്ള മാസങ്ങളാണ്. എങ്ങനെയാണ് താങ്കൾ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? യാതൊരു സംശയം വേണ്ട, കേരളത്തിലെ ഭരണം സാമ്പത്തികമായിട്ട് സ്തംഭിപ്പിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ്. ഞാൻ വലിയ സാങ്കേതിക കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു സംസ്ഥാനത്തോ രാജ്യത്തോ സാമ്പത്തിക പ്രതിസന്ധി വേണമെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ വരുമാനം കുറയണം, 2 ചെലവ് വർദ്ധിക്കണം. ഇപ്പൊ ചെലവിന്റെ കാര്യം എടുത്താൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ചെലവ് വർദ്ധിക്കുന്നില്ല, പിടിച്ചു നിർത്തിയിരിക്കുക. ഈ വർഷവും അങ്ങനെ തന്നെ ഇരിക്കും. ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ടാണ് ഈ പ്രതിസന്ധി എന്ന് പറയാനാവില്ല. പിന്നെയുള്ളത് വരുമാനത്തിന്റെ കാര്യം. വരുമാനത്തിൽ 2 ഭാഗമുണ്ട്. ഒന്ന്, നമ്മൾ തന്നെ പിരിക്കണ നികുതിയും നികുതിയിതര വരുമാനങ്ങളും. 2, കേന്ദ്രം തരുന്ന ധനസഹായവും കേന്ദ്രം അനുവദിക്കുന്ന വായ്പയും. ഇതില് നമ്മൾ തന്നെ പിരിക്കണത് വളരെ ഗണ്യമായിട്ട് കഴിഞ്ഞ 2 വർഷം 45% മൊത്തം വർദ്ധിച്ചിരിക്കുന്നത് സർവകാല റെക്കോർഡാ. അപ്പൊ നമ്മളെന്തോ വരുമാനം കുറഞ്ഞുകൊണ്ടല്ല ഇതുണ്ടായിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഒരു സംശയം വേണ്ടല്ലോ, കേന്ദ്രം തരുന്ന സഹായം, പ്രത്യേകിച്ച് കേന്ദ്രം അനുവദിക്കുന്ന വായ്പ വെട്ടിക്കുറച്ചുകൊണ്ട് മനഃപൂർവ്വം നമ്മുടെ സംസ്ഥാനത്ത് ധനകാര്യ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇത് അവർക്കെന്തോ രാഷ്ട്രീയ നേട്ടമാവും എന്നാണ് കരുതുന്നത്. ഇത് LDF അടുത്ത മാസം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പോവുകയാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുടെ പെൻഷൻ തടയുന്നത്, അവരുടെ നെല്ലിന്റെ തിരിച്ചടവ് തടസ്സപ്പെടുന്നത്, ആനുകൂല്യങ്ങൾ വൈകുന്നത് ഇതൊക്കെ കാരണം കേന്ദ്രത്തിന്റെ ഈ നിലപാടാണ് എന്നുള്ള കാര്യം വെച്ച് ഞങ്ങൾ ക്യാമ്പയിൻ പോകാൻ പോയി നമുക്ക് നോക്കാം ജനങ്ങളാരെ വിശ്വസിക്കുന്നുള്ളൂ. ശരി, വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക് ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പറയും, ജനങ്ങൾ ആരെ വിശ്വസിക്കുമെന്ന് അപ്പോൾ അറിയാം എന്ന് മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവശ്യങ്ങളൊന്നും മീറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഇതിൽ കൃത്യമായും രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ്. നേരത്തെ സുപ്രീം കോടതിയെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നടപടിക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിയമപരമായ പോരാട്ടം ഒരു ഭാഗത്ത്, രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു ഭാഗത്ത് സർക്കാർ തയ്യാറെടുക്കുകയാണോ? അതാണോ ഡോക്ടർ TM തോമസ് ഐസക് സൂചിപ്പിച്ചതുപോലെ ശക്തമായ പ്രക്ഷോഭം എന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്? അതുതന്നെയാണ് നിയമപരമായി നേരത്തെ തന്നെ സുപ്രീം കോടതി സംസ്ഥാനം സമീപിച്ചതാണ്. കേന്ദ്രം സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു, സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ നൽകുന്നില്ല. ഇതിനെതിരെ സുപ്രീം കോടതി സർക്കാർ സമീപിച്ചതാണ്. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വഴിയായും സർക്കാർ ഇത് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നവകേരള സദസ്സിന്റെ ആദ്യ യോഗം മുതൽ ഏറ്റവും അധികം വിമർശനം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉന്നയിച്ചത് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. അത് ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്നതും ഒക്കെ തന്നെയാണ്. അതിന് ഫലമുണ്ടായി എന്നാണ് പിന്നീട് കേന്ദ്രത്തിന് സഹായങ്ങൾ ലഭിക്കുമ്പോൾ സർക്കാർ വിലയിരുത്തിയത്. ആ ഒരു തരത്തിലുള്ള നീക്കം കേന്ദ്രത്തെ എല്ലായിടത്തും തുറന്നു കാണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് സംസ്ഥാനം സാമ്പത്തികമായി ഈ തകർന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമാണ്
കേന്ദ്രത്തിൽ നിന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം സഹായങ്ങൾ ലഭിച്ചതെന്ന് സർക്കാർ വിലയിരുത്തുന്നു. പക്ഷേ ഇപ്പോൾ ഈ വർഷാന്ത്യ കടമെടുപ്പ് കൂടി അതിൽ കൂടി 5600 കോടി വെട്ടിക്കുറച്ചിൽ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ വലിയ സാമ്പത്തിക ദുരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതിനെ രാഷ്ട്രീയമായി കൂടി സർക്കാർ പ്രതിരോധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ബജറ്റ് വരാൻ പോകുന്നു. എന്തുകൊണ്ട് സംസ്ഥാനത്ത് ജനങ്ങൾക്ക് അനുകൂലമായ, ജനങ്ങൾക്ക് താല്പര്യമുള്ള ജനകീയമായ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുന്നു, ഇതിന് ലൈഫ് പദ്ധതി മുടങ്ങിക്കിടക്കുന്നു? ഇതിനൊക്കെ കാരണം കേന്ദ്രമാണ്, കേന്ദ്രത്തെ നയങ്ങളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകും ഇനി ഇടതുമുന്നണിയുടെ ശ്രമം. തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് വിപുലമായ പ്രചരണ പരിപാടികൾ ഇതിനകം CPM ഇടതുമുന്നണിയും ആലോചിച്ചിട്ടുണ്ട്. അതിലൊക്കെ പ്രധാന പ്രചരണ വിഷയമായി ഇത് മാറും. സംസ്ഥാനത്തെ രാഷ്ട്രീയ ശത്രുത വെച്ചുകൊണ്ട് വരിഞ്ഞു മുറുക്കാൻ, സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ, സംസ്ഥാനത്തെല്ലാം തകരാറിലാണ് വരുത്തി തീർക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു. അത് പൂർണ്ണമായും രാഷ്ട്രീയ ഉദ്ദേശത്തോടുള്ളതാണ്. BJP ഇതര സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്രത്തിൻ്റെ പൊതു സമീപനത്തിൻ്റെ ഭാഗമാണ് സംസ്ഥാനത്തെ വിഷയങ്ങളെന്നും സർക്കാരും ഇടതുമുന്നണിയും ആരോപിക്കും. നേരത്തെ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ സർക്കാർ ഈ വിഷയം തേടിയിരുന്നു. പ്രതിപക്ഷം ലോക്സഭയിലടക്കം പ്രതിപക്ഷ MP-മാർ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ കൂടി ഈ വിഷയത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ വിഷയമായി വളർത്തിക്കൊണ്ടുവരാൻ തന്നെ സർക്കാർ ആലോചിക്കുന്നുണ്ട്, ഇടതുമുന്നണി ആലോചിക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അവിടെ പ്രതിപക്ഷത്തിന്റെ സഹായം ഈ വിഷയത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ യോജിച്ചൊരു പ്രക്ഷോഭം കേന്ദ്രത്തിനെതിരെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഉടൻ ഉള്ളതുകൊണ്ട് തന്നെ? ഈ മാസം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ സമരത്തിന് പോവുകയാണ്. അവിടെ പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി സർക്കാർ പ്രതീക്ഷിക്കുന്നു. നേരിട്ടുള്ള പിന്തുണയില്ലെങ്കിലും ലോക്സഭയിലടക്കം വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ്, അത്തരം ഒരു പിന്തുണയാണ് പ്രതീക്ഷിച്ചത്. സ്വാഭാവികം പ്രതിപക്ഷത്തിനും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകും. സർക്കാരിനോട് ചേർന്ന് നിന്ന് കേന്ദ്രത്തിന്റെ സമരം അവർക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നവർ കരുതുന്നില്ല. അതുകൊണ്ട് അവർ സ്വാഭാവികമായും കേന്ദ്രത്തിനെതിരെ നിലപാടെടുക്കും. അതിനപ്പുറത്തേക്ക് ഇത് സംസ്ഥാനത്തിലെ പൊതുവിഷയമാണ്, അതിൽ ഒരുമിച്ച് നിൽക്കണമെന്നൊരു ആഹ്വാനമാണ് സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തുന്നത്. അതിന് ഒരു പരിധിവരെ പ്രതിപക്ഷം പിന്തുണച്ചു എന്നതും വസ്തുതയാണ്. ലോക്സഭയിലടക്കം സംസ്ഥാനത്തിലെ വിഷയങ്ങൾ പ്രതിപക്ഷ MP-മാർ ഉന്നയിച്ചു. മുഖ്യമന്ത്രി വിളിച്ച MP-മാരുടെ യോഗത്തിൽ അത്തരം ഉറപ്പ് മുഖ്യമന്ത്രിക്ക് അവർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷം കേന്ദ്രത്തിന് നിലപാടെടുക്കും. പക്ഷേ യോജിച്ച പ്രക്ഷോഭം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അത്ര വ്യക്തതയില്ല. കാരണം രാഷ്ട്രീയം തന്നെയാണ് അവിടെയും വിഷയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സർക്കാരിനോടൊപ്പം അരുണിലേക്ക് ഞാൻ എത്താം. ശ്രീമതി മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ, നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി മേരി ജോർജ്, സാമ്പത്തിക പ്രതിസന്ധി ഏറെ നാളായി കേരളത്തെ ബാധിക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ സമീപനങ്ങൾ തന്നെയാണ് കേരളത്തെ ആ നിലയിലൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ കടമെടുപ്പ് പരിധി വീണ്ടും വെട്ടിക്കുറച്ചിരിക്കുന്നു. ഈ അവസാന പാദത്തിൽ സർക്കാരിനെ വലിയ രീതിയിൽ അത് ബാധിക്കും എന്നതാണ് ധനമന്ത്രി സൂചിപ്പിക്കുന്നത്. എല്ലാ കേരളീയനെയും ബാധിക്കും എന്ന ഒരു കാര്യം കൂടി ധനമന്ത്രി സൂചിപ്പിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് സാഹചര്യങ്ങളെ നോക്കുന്നത്? വലിയ ബുദ്ധിമുട്ടേറിയ മാസങ്ങൾ വരാനിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് നമുക്ക് ഒരു ജനുവരി മാർച്ച് മാസങ്ങൾ, അതായത് ഒരു വർഷത്തിന്റെ അവസാനത്തെ ക്വാർട്ടർ, ആ ക്വാർട്ടറിൽ ഒരു 30,000 കോടിയുടെ ചെലവുകൾ എങ്കിലും വേണ്ടിവരും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പ്ലാൻ ഫണ്ട് ഓർത്തോളൂ. അത് തന്നെ 100% കൊടുക്കേണ്ട സ്ഥാനത്ത് 18% കൊടുത്തിട്ടുള്ളൂ. ഇനി അതുപോലെ ഏതു മേഖല എടുത്താലും, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പദ്ധതി ചെലവുകൾ വളരെ താഴ്ന്ന നിലവിലാണ്. അതൊക്കെ കൊടുത്തു എന്ന് വരുത്തി തീർക്കുകയെങ്കിലും ചെയ്യുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ്. ഇപ്പൊ അങ്ങനെ കൊടുത്തു എന്ന് വരുത്തി തീർക്കാൻ പോലും പറ്റാത്ത തരത്തില്, അതായത് കേരളം ഇതുവരെ 956 ശേഷം ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത അത്ര ഭീകരമായ ആശങ്കാജനകമായ ധനപ്രതിസന്ധിയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 30,000 കോടി വേണ്ടെടുത്ത് 2,000 കോടിയിൽ താഴെ, അതായത് 1,858 കോടി അങ്ങനെ എന്തോ ആണ് ഇപ്പൊ അവസാനമായിട്ട് എടുക്കാൻ പറ്റുന്നത്. ആ സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒരു കാരണവശാലും ചെലവുകളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. വാട്ട് നെക്സ്റ്റ്, അടുത്ത ലെവലിൽ എന്ത് ചെയ്യാം എന്ന അവസ്ഥയാണ്. പക്ഷേ ഒരു ധനമന്ത്രി ഓർക്കേണ്ട കാര്യമുണ്ട്. ഒരു ധനമന്ത്രിയും ഗവൺമെന്റും ഗവേണൻസിൽ മികവ് കാണിക്കുകയും പിരിച്ചെടുക്കേണ്ട വരുമാനം പിരിച്ചെടുക്കുകയും ചെയ്യണം. നിങ്ങൾക്കറിയാമോ, 2022-23 CAG റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കാണിച്ചിരിക്കുന്നത്
അതായത് അതിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത് 28,258.39 കോടി പിരിച്ചെടുക്കാൻ അരിയർ കുടിശ്ശിക കിടക്കുന്നുവെന്നാണ്. എന്ന് വെച്ചാൽ അത് അതായത് സംസ്ഥാനത്തിന് സാധാരണ രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന വരുമാനത്തിന്റെ 24.23% CAG അടിവരയിടുന്നു. എന്ന് വെച്ചാൽ 24-25% അരിയർ വരത്തക്ക രീതിയിൽ കാര്യക്ഷമതയില്ലാതെ കേരളീയവും നവകേരള സദസ്സും ഒക്കെയായിട്ട് ഒരു ഗവൺമെന്റ് മുൻപോട്ട് പോയാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ ഒക്കുകയില്ല. മാത്രവുമല്ല, ഈ ഗവൺമെന്റിന്റെ എല്ലാ കാലത്തെയും LDF ഗവൺമെന്റിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് പറയുക, ചെലവ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് കടമെടുപ്പാണ്. കടമെടുത്താൽ എന്തിന് തിരിച്ചു കൊടുക്കണം എന്ന ഒരു വ്യവസ്ഥയോട് കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമ്മളെ കേൾക്കെ പറയും കടമെടുത്താൽ ഇങ്ങനെ കൃത്യമായിട്ട് തിരിച്ചു അടയ്ക്കാമെന്ന്. പക്ഷെ ആ തിരിച്ചടവ് 10 വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും തിരിച്ചടവ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾ കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടതാണ്. അപ്പൊ ഇവർക്കറിയാം ഇവര് ഭരണത്തിൽ നിന്ന് മാറി അടുത്ത ഭരണത്തിൽ വരുന്നവരുടെ തലയിലും അടുത്ത ജനറേഷന്റെ, അതായത് ഒരമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിന്റെ തലയിൽ പോലും കടഭാരം കെട്ടിവയ്ക്കത്തക്ക രീതിയിൽ കടമെടുത്താണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നേറിക്കൊണ്ടിരുന്നത്. അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് കടുംവെട്ടെന്ന് ഞാൻ പറയില്ല, സാമാന്യ രീതിയിൽ യുക്തിസഹമായ രീതിയിലാണ് നിർമ്മല സീതാരാമൻ കടമെടുപ്പിനെ പരിധി നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിന് ലഭിക്കേണ്ടതിന്റെ 5,600 കോടി ഒറ്റയടിക്ക് കുറയുന്ന ഒരു സാഹചര്യം ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ഉണ്ടാവുകയാണ്. അത് കടുംവെട്ടല്ലാതെ പിന്നെ എന്തെന്ന് പറയും? അതിനെ കടുംവെട്ടെന്ന് പറയുന്നത് സാഹചര്യം അനുസരിച്ച് വേണം. അതായത് നിങ്ങൾ ഇങ്ങനെ കടമെടുക്കരുത്. 2017 മുതൽ CAG ചൂണ്ടിക്കാണിച്ചു, CAGയെ എതിർത്തു. എന്താണ് അരുത് എന്ന് പറഞ്ഞത്? കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുക്കുന്ന കടം ബജറ്റിനകത്താണ്, ബജറ്റിന് പുറത്തല്ല. ഇങ്ങനെ കടമെടുത്താൽ അത് ഭരണത്തിന്റെ, അതായത് സംസ്ഥാനത്തിന്റെ ഭാവിയെ ബാധിക്കും, കടക്കണിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകും. ഇങ്ങനെ കടമെടുക്കുന്നതിൽ ട്രാൻസ്പെറൻസി ഇല്ല. കാരണം കിഫ്ബി വഴി എടുക്കുന്ന കടമോ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി എടുക്കുന്ന കടമോ അതേപറ്റിയുള്ള കൃത്യമായ കണക്കുകളോ അസംബ്ലിയിൽ പോലും വെക്കേണ്ട എന്ന് നിയമപരിഷ്കരണം നടത്തിയിട്ടാണ് ഇവർ കടമെടുത്തത്. അങ്ങനെ കടമെടുത്തത് കൊണ്ടാണ് CAG പറഞ്ഞത് ഇങ്ങനെ കടമെടുക്കുന്നത് അപകടമാണ്. അത് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആവർത്തിച്ച് ഇവരെ സൂചിപ്പിച്ചു, ഇവരെ ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ അതായത് പല ആവർത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകളിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടി പല ആവർത്തി. ഒരു മാസം മുൻപ് കൂടി അതേ റിപ്പോർട്ട് പുറത്തു വന്നു. അത് കഴിഞ്ഞ് നിർമ്മല സീതാരാമൻ ഇവിടെ വന്നപ്പോൾ അല്ലാതെ ഓരോ ചർച്ചകളിലും ഇങ്ങനെ കടമെടുത്തു പോകുന്നത് അപകടമാണ് എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ കടത്തിന്റെ പരിധി വെട്ടിക്കുറച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുത്തിരിക്കുന്ന കടം 14,000 കോടിയിലധികം വരും. അതിന്റെ ഒരു ഭാഗം ഈ വർഷത്തെ കടത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായത്. അത് നമുക്ക് കടുംവെട്ടെന്നൊന്നും പറയാനൊക്കില്ല. ഒരു കേന്ദ്രത്തിന് ഉത്തരവാദിത്വമുണ്ട്. എന്താ ഉത്തരവാദിത്വം എന്ന് നിങ്ങൾക്കറിയുമോ? അതായത് സംസ്ഥാനം അതായത് എന്തിനാണ് കിഫ്ബിയിലും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡിലും ആളുകൾ അവരുടെ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നത്? അവർക്ക് ധൈര്യമുണ്ട്. ഒന്നാമത്തെ ഗ്യാരണ്ടി സോവറിൻ ഗ്യാരണ്ടി, അതായത് ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഗ്യാരണ്ടിയിൽ ഫെയിൽ ആയാല് കേന്ദ്ര ഗവൺമെന്റ് വരും അവരുടെ ബാധ്യതകൾ തീർക്കാൻ. ആ ധൈര്യം കൊണ്ടാണ് ശ്രീമതി മേരി ജോർജ്, അത് കടമെടുപ്പിന്റെ മാത്രം കാര്യമാണല്ലോ. കേരളത്തിന് അർഹമായ വിഹിതം നൽകുന്നതിലുമുണ്ടല്ലോ കേന്ദ്രത്തിന് ഈ 2 തട്ട്. കേരളത്തോടുള്ള സമീപനവും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള സമീപനവും വേറെയാണല്ലോ. എല്ലാം കൂടെ ആവുമ്പോഴല്ലേ കേരളത്തിൽ ഈ സ്ഥിതി എത്തുന്നത്? 2 തട്ടിൽ നിന്നിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇത് നീതിയുക്തമായി മാത്രം ചെയ്യുകയാണ്. കേന്ദ്രത്തിന്റെ തലയില് ഇങ്ങനെ കടം വന്ന് വീണാൽ എല്ലാ സംസ്ഥാനങ്ങളും ഇത് തന്നെ തുടരും. അല്ല, കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ഉൾപ്പെടെ മുടങ്ങുമ്പോഴാണ് കടമെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, കൂടുതൽ കടമെടുപ്പ് വേണ്ടി വരുന്നത്. അർഹതപ്പെട്ടതും കിട്ടുന്നില്ല, കടമെടുക്കാനും സമ്മതിക്കുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കരുത്.
അർഹതപ്പെട്ടത് എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നുണ്ട്. അനർഹമായത് എടുക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കാത്തത്. അതിനെ കടുംവെട്ട് എന്ന് പറയാൻ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വയം ന്യായീകരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ്. അപ്പൊ അവര് വിചാരിക്കുന്ന ഇലക്ഷനും കൂടി വേറെ 100 കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അതിനൊക്കെ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് പറയാം. പക്ഷെ ഈ കടമെടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത, ആ ഒറ്റ കാരണം, അമിത ചെലവ്, ധൂർത്ത്, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് കേരളം ഈ പരുവത്തിൽ എത്തിയത്. ഇപ്പോൾ കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് കടുംവെട്ടല്ല, നേരായ വെട്ട് മാത്രമാണ്. ശരി, വളരെ നന്ദി ശ്രീമതി മേരി ജോർജ് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. എന്തായാലും കേരളം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ സംസ്ഥാനവും ഉത്തരവാദി എന്ന നിലയിലാണ് ശ്രീമതി മേരി ജോർജ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അതേസമയം ധനമന്ത്രി ടി.എം. തോമസ് ഐസക് നമ്മളോട് പ്രതികരിച്ചത് ഇതിൽ രാഷ്ട്രീയം കൂടി ഉണ്ട് എന്നതാണ്. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് സംസ്ഥാനം നീങ്ങും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് വി. അരുൺ. ഇടവേള